അതിരപ്പള്ളിയിൽ ചീങ്കണ്ണി വലയിൽ കുടുങ്ങി. മീൻ പിടിക്കാനിട്ട വലയിലാണ് ചീങ്കണ്ണി കുടുങ്ങിയത്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ചവിട്ടി പിടിക്കാം, പക്ഷെ കാര്യമില്ല, അത് പെട്ടെന്ന് തിരിയുടെ വെള്ളത്തിലെ വയറിലാക്കണ്ട. എന്തല്ല കിച്ചപ്പ വേണ്ട വേണ്ട വേണ്ട, തിരിയാൻ പറ്റില്ലല്ലോ. ആര് കുറച്ച് വലിയ വടി തൊട്ടാണ്ട് MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, വലിയൊരു അപകടമാണ് മുന്നിലുള്ളത്. പക്ഷേ അപ്പോഴും ആ സമയത്തും റെക്കോർഡ് ചെയ്യാനും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാനുമാണോ ആ യുവാക്കൾ ശ്രമിച്ചത്? ആര്യ, ഈ മേഖലയിൽ സ്ഥിരമായി ചീങ്കണ്ണിയുടെ സാന്നിധ്യമുള്ളതാണ്. ചാലക്കുടി പുഴയിലൊക്കെ തന്നെ ചീങ്കണ്ണികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വനം വകുപ്പ് പറയുന്നത് ഇത് ചതുപ്പൻ ചീങ്കണ്ണികൾ ആണ് എന്നുള്ളതാണ്. അതായത് മത്സ്യം മാത്രം ഭക്ഷിച്ച് ഇത്തരത്തിൽ പോകുന്നതാണ്. ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്നും ഉടനടി അവ ഭയപ്പെട്ട് പോവുകയാണ് സാധാരണഗതിയിൽ ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഒരു കൂട്ടം യുവാക്കൾ കുളിക്കാനായി കടവിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ കണ്ണങ്കുഴി ഭാഗത്ത് ചീങ്കണ്ണി വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നത്. ഈ ചീങ്കണ്ണി വലയിൽ കുടുങ്ങി അത് അവശ നിലയിലായിട്ടുണ്ടായിരുന്നു. അതായത് അതിന് കുറെ അധികം സമയമായിരുന്നു അത് വലയിൽ പെട്ടിട്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് ഇതിനെ ഈ മോചിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വനം വകുപ്പിനെ ഒന്നും തന്നെ ആ ഒരു സമയത്തൊന്നും തന്നെ അവർ വിളിച്ചില്ല. കാരണം പ്രദേശവാസികൾ തന്നെ അവരാൽ കഴിയുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഒരു തരത്തിൽ അത് അപകടകരവുമാണ്, അതേസമയം തന്നെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവരുടെ ഒരു കരുതൽ കൂടിയാണ്. പക്ഷെ അതിനെ ഏത് തരത്തിലുള്ള ഒരു അപകടം വേണമെങ്കിലും ഉണ്ടാകാമായിരുന്നു. ഇത്രയും നാൾ ഇത്തരത്തിൽ അപകടങ്ങളൊന്നും തന്നെ ചീങ്കണ്ണികൾ അല്ലെങ്കിൽ ആക്രമണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ആക്രമണ സാധ്യതയുള്ള ഒരു ജീവി കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ചീങ്കണ്ണിയെ അവിടെ നിന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ തന്നെയാണ് ഇതൊക്കെ തന്നെ ചെയ്തത്. ശരി.